ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ പരോൾ അപേക്ഷ നിരസിച്ച് ഹൈക്കോടതി. എന്തുകൊണ്ട് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. 12-ാം പ്രതി ജ്യോതി ബാബുവാണ് പരോൾ അപേക്ഷ നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാതലായ ചോദ്യങ്ങൾ? വിജയകുമാർ, ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഈ പരോൾ ഹർജി പരിഗണിച്ചത്. 12-ാം പ്രതിയായ ജ്യോതി ബാബുവിന്റെ ഭാര്യയാണ് ജ്യോതി ബാബുവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണം എന്നായിരുന്നു ആവശ്യം. പക്ഷേ ഹർജി പരിഗണിച്ച കോടതി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം പരോൾ ലഭിക്കുന്നത്? ഇവർക്ക് എന്താണ് പ്രത്യേകത? ഇവർക്ക് ലഭിച്ച പരോളുകളുടെ കാര്യങ്ങൾ അത് പരിശോധിക്കപ്പെടണം, അന്വേഷിക്കപ്പെടണം എന്നുകൂടി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ച് വ്യക്തമാക്കി. ഒപ്പം ഈ ബന്ധം, ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെന്നാണ് പെറ്റീഷനിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ബന്ധം അത്ര അടുത്ത ബന്ധമല്ല. ആ പശ്ചാത്തലത്തിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിക്കാൻ പോലും പറ്റുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ഹർജി തള്ളുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് നിരന്തരമായി പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നിയമസഭയിലടക്കം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇതേ വിഷയത്തിൽ സമാനമായി കോടതി തന്നെ ചോദ്യം ഉന്നയിക്കുന്നത്. വിജയകുമാർ, എന്തുകൊണ്ട് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം ഇങ്ങനെ തുടർച്ചയായി നിരന്തരം പരോൾ ലഭിക്കുന്നു എന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഇതേ ചോദ്യം പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം കോടതി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ഇങ്ങനെ പരോൾ ലഭിക്കുന്നു, അത് പരിശോധിക്കേണ്ട വിഷയമാണ് എന്നുകൂടി ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.